ഇച്ചിരി പ്രഹസനമായിരുന്നു കാണിച്ചത്. അങ്ങനെയാണോ തോന്നിയത്? പ്രഹസനമായിട്ടാണ് തോന്നിയത്? അല്ലാതെ അതൊക്കെ റിവീൽ ചെയ്യേണ്ട അത്ര ആവശ്യമൊന്നുമില്ല. പിന്നെ അവരുടെ ഇഷ്ടം എല്ലാവർക്കും പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, അത് നമ്മള് പിന്നെ ഓരോ ആൾക്കാർക്കും ഓരോ ഇഷ്ടമാണ്. ചിലപ്പോ അത് കാണിച്ചുകൊണ്ട് അത് വ്യൂ ഉണ്ടാക്കണോ, അങ്ങനെ ഒരു അവരുടെ കഷ്ടപ്പാടുകളെല്ലാം മറ്റുള്ള വ്യക്തികൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു ഇതിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലതാണ് എല്ലാ വേദനകളും. അവർ പിന്നെ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, ഒരു കുഞ്ഞിൻ്റെ ഡെലിവറി എല്ലാം അവർ പറഞ്ഞു, മറ്റുള്ള ആൾക്കാർ അറിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. ദിയ കൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയലാണ്. ഡോക്ടർമാർക്കിടയിൽ ഗൈനക്കോളജി ഒരു ചോരക്കളിയാണ് എന്നർത്ഥം വരുന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ചോരയും സ്രവങ്ങളും ഒന്നും ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാതെ സുന്ദരിയായി ഒരുങ്ങി പുതപ്പുകൾക്കുള്ളിൽ അശ്വിൻ്റെ കൈ പിടിച്ച് കിടന്ന് പങ്കാളിയുടെ തലോടലേറ്റ് അമ്മയോട് എനിക്ക് പേടിയാകുന്നമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സഹോദരിമാർക്കിടയിലെ സുരക്ഷ അനുഭവിച്ച് നിലവാരമുള്ള മെഡിക്കൽ സൂപ്പർവിഷനിൽ നൊന്ത് പ്രസവിച്ചൊരു ഭാഗ്യം ചെയ്ത പെണ്ണ്. അത് കാണുന്ന വലിയൊരു വിഭാഗം പുച്ഛിസ്റ്റ് പുരുഷന്മാർ പുറമേ അംഗീകരിച്ചില്ലെങ്കിലും തലയ്ക്കകത്ത് പുനർവിചിന്തനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെണ്ണ് കടന്നു പോകുന്ന അതിതീവ്ര വേദനയും അവൾ അർഹിക്കുന്ന കരുതലുമെല്ലാം 4 പുസ്തകം വായിച്ചാൽ കിട്ടാത്ത അത്രയും ആഴത്തിൽ ആ മിനിറ്റുകൾ നീളമുള്ള വീഡിയോയിലുണ്ട്. കുറ്റം പറയാൻ വേണ്ടിയെങ്കിലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. ചില കാര്യങ്ങളെക്കുറിച്ച് ചിലർക്ക് വെളിവ് വരാൻ ചാൻസ് ഉണ്ട്. വല്ലാത്തൊരു കൂട്ടായ്മ തന്നെയാണ് ആ കുടുംബം. കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിലില്ല. ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ, പറയേണ്ടവർ പറയട്ടെ. ഇരുട്ടറയിൽ പേടിച്ചിരണ്ട് ജീവൻ പോകുന്ന വേദനയും സഹിച്ച് പലപ്പോഴും തനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാതെ ഒറ്റപ്പെട്ട് വിയർത്ത് നൊന്ത് കിടക്കുന്നതിലും എത്രയോ നല്ലതാണ് ഈ സ്നേഹത്തിൻ്റെ ചൂടുള്ള അനുഭവം. ഫൈനൽ MBBSന്റെ ഗൈനക്കോളജി പോസ്റ്റിങ്ങിനിടയ്ക്ക് തന്നെ കൂട്ടുകാരോടൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ചിരിച്ചു കളിച്ച് ടേബിളിൽ കിടന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് സിസേറിയൻ ചെയ്ത ഒരു മനസ്സിന് കുളിരുള്ള അനുഭവം ഇവിടെയുമുണ്ട്. ഒരു തരി ആദിയോ ആശങ്കയോ പേരിന് പോലും ഉണ്ടായിരുന്നില്ല. മറുവശത്ത് മെഡിസിന് ചേരും മുന്നേയുള്ള ആദ്യ പ്രസവത്തിൽ 22ാം വയസ്സിൽ 11 മണിക്കൂർ ലേബർ റൂമിൽ വേദന സഹിച്ച് കിടക്കേണ്ടി വന്നു. പ്രസവം പുരോഗമിക്കാനുള്ള രീതിയിലല്ല കുഞ്ഞിൻ്റെ തലയും എൻ്റെ ഇടുപ്പും തമ്മിലുള്ള അനുപാതം എന്ന കാരണത്താൽ സിസേറിയൻ വേണ്ടി വന്നേക്കാമെന്ന സൂചന ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞിരുന്നു. വളരെ ദയയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അന്ന് പോകെ പോകെ കുഞ്ഞിൻ്റെ അനക്കം കുറയുന്നത് പോലെ തോന്നി. എമർജൻസി സിസേറിയനിൽ കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. ലേബർ റൂമിൽ കിടക്കുമ്പോൾ ഡോക്ടർ OP തിരക്കുകളിലായിരുന്നു. നേരത്തെ മനുഷ്യപ്പറ്റില്ലാത്ത സിസ്റ്റർമാരുടെ ചീത്തവിളി കേട്ട് മനസ്സ് തളർന്നു പോയിട്ടുണ്ടെന്ന് അതൊന്നും ഓർക്കാൻ പോലും താല്പര്യമില്ല. ആ സ്റ്റാഫിനെതിരെ അന്ന് പരാതി എഴുതി അയച്ചിരുന്നു. ഹോസ്പിറ്റൽ അന്ന് ആ സ്റ്റാഫിനെതിരെ നടപടി എടുത്തിരുന്നതായും അറിയാം. 2 രീതിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള നേരനുഭവമുണ്ട്. ദിയ ഒരുപാട് ഭാഗ്യം ചെയ്തവളാണ്. ഇനിയും ഒരുപാട് പെൺകുട്ടികൾക്ക് ആശ്വാസത്തോടെ ആ വേദനയെ അറിയാൻ അവർ കാരണമാകട്ടെ.